ഓൺലൈൻ എടുത്തിട്ടുണ്ട്. നേരിട്ടൊന്ന് പരീക്ഷ നടത്തി. ചായ കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? ചായ ഉണ്ടാക്കി ചായ കുടിച്ചു ഇതുവരെ കിട്ടിയില്ല. നമ്മൾ ഓർഡർ ചെയ്ത് ഡെലിവറി ഉണ്ടായില്ല. അപ്പൊ ഡയറക്റ്റ് ഇപ്പൊ വാങ്ങണോ? കുടിച്ചിട്ട് വേണം അതിന്റെ റിസൾട്ട് പറയാൻ. കിട്ടിയാ കിട്ടി, അത്ര. എത്ര ബാഗ് വാങ്ങിച്ചിട്ടുള്ളൂ? ഇനി മേടിക്കണോ? അല്ല, ഞാൻ ചോദിച്ചത് ലക്കുണ്ടോന്ന് അറിയട്ടെ. തീർച്ചയായിട്ടും കേട്ടോ, അപ്പൊ നമുക്ക് സഹകരിക്കാം. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനല്ലേ, അപ്പൊ നമുക്ക് ചെയ്യാം. ഈ ഓട്ടത്തിന്റെ ഇടക്ക് ഇല്ല, ഞങ്ങള് ഒപ്പം. അപ്പൊ ഇവിടുത്തെ പരിപാടിക്കായിട്ട് വന്നേണോ? ഞങ്ങൾ ഇതില് പാസിന് പോവാ. പാസിന് പോകുമ്പോ ഇത് കണ്ടു ഇവിടെ നിർത്തി ഇത് വാങ്ങിച്ചിട്ട് പോകാം. ഹായ്, നമസ്കാരം. അങ്ങനെ നിങ്ങളോട് വളരെ സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇത് വളാഞ്ചേരിയിലാണ്. വളാഞ്ചേരിയില് ബോച്ചേട്ടി വന്നിരിക്കുകയാണ്. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉദ്ഘാടനം വന്നിട്ടുള്ളതാണ് അല്ലേ? അതെ, ഇതാണ് നമ്മുടെ ഓണർ അഷ്റഫ് ഭായി. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? നല്ല ഉഷാറായിട്ട് പോകും. ഉഷാറായിട്ട് നമ്മളെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാരും. നല്ല അടിപൊളിയായിട്ട് പോകും. എല്ലാരും കട്ട് സപ്പോർട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഷോപ്പിനുള്ളിലേക്ക് ഒന്ന് പോയിട്ട് കാണട്ടെ. അപ്പൊ നമുക്ക് ഷോപ്പിനുള്ളിലേക്ക് പോവാം. ഇതാണ് വളാഞ്ചേരി അഷ്റഫ് ഭായിന്റെ ബോച്ചന്റെ ഷോപ്പ്, അല്ല ബോച്ച് ടീ കൊടുക്കുന്ന ഷോപ്പ് എന്ന് പറയണ്ട. ഒരുപാട് ഡിസ്പ്ലേ ഉണ്ട്, ഒന്ന് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ എടുക്കുന്നത്, നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്ക് കേറി നോക്കാം. ഇതാണ് ആ 10 ലക്ഷം അടിക്കുന്ന ബോച്ച് ചായപ്പൊടിയിലെ പഠിച്ച തമ്പുരാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കാണുന്നത്. നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടാറുണ്ടായിരുന്നല്ലാണ്ട് അത് അറിയാന്നല്ലാതെ ഇങ്ങനെ ലൈവായിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ വളാഞ്ചേരിക്കാരെ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ കിട്ടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ വാശി പിടിക്കേണ്ട, കിട്ടില്ല എന്നുള്ള സങ്കടവും വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി, സംഭവങ്ങൾക്ക് കയ്യോടെ വാങ്ങിച്ചോണ്ട് പോവാം. ഓക്കെ, ഇതാ ഈ കാണുന്ന സംഭവങ്ങൾ കംപ്ലീറ്റ് ഇതന്നെയാണ് നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുക. ബോച്ചട്ടി മാത്രമല്ല, ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട്. സസ്പെൻസ് ആയിട്ട് ഒരു സംഭവം ഉണ്ട്, കാണിച്ചാൽ ഇങ്ങോട്ട് വരികയാണ്. ഇതിനുള്ളിലേക്ക് വന്നാൽ കാണാൻ പറ്റും. ഇത് കണ്ടാ ഐസാണേ. ടിക്കറ്റ് എടുക്കുന്നത് കണ്ടില്ലേ? നമ്മളെ 20 രൂപന്റെ ഐസാണ്. കളർവെള്ളം കട്ടാക്കിയിട്ട് സൈക്കിളുമ്പോൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ആ ഐസ് അല്ല കേട്ടോ. ഇത് ഒറിജിനൽ ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒറിജിനൽ ഐസാണ്. ഫ്രൂട്ട് ഐസ്ക്രീം. ഇത് പല ഫ്ലേവറിൽ വരുന്ന സംഭവം. ഞാനിത് അടിച്ചിട്ടുണ്ട്, ഞാൻ കഴിക്കണമൊന്നുമില്ല. അപ്പൊ ഇത് പല ഫ്ലേവറിൽ, ആ ഫ്ലേവറിന് പേരുണ്ട് അല്ലേ? ഓക്കെ, ഫ്ലേവറൊക്കെ കഴിയുമ്പത്തിന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇതാണ് ഇവിടെ പരിപാടി. ബോച്ചേട്ടി എങ്ങനെയാണ് ഓരോ ആളുകൾക്കും എന്ത് പ്രൈസിലാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ? നമ്മൾ ബോച്ചേട്ടി എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് 100 ഗ്രാമിന്റെ പാക്കറ്റാണ്. 40 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ബോച്ചേട്ടി ട്ടോ. അപ്പൊ ഇതിന്റെ സെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ്? ഇതിപ്പോന്ന് വെച്ചാല് ഇത് 100 ഗ്രാമാണ് പാക്കറ്റിലുള്ളത്, 100 ഗ്രാം ചായപ്പൊടി. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു കൂപ്പൺ വരുന്നുണ്ട്. ആ കൂപ്പൺ നമ്മൾ എടുത്തിട്ട് അതിന്മേൽ QR കോഡ് ഉണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ബോച്ചേട്ടിന്റെ .com പോകും. അപ്പോൾ അത് നേരെ .com പോയാൽ നമ്മളെ പേര്, ഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫോണിക്ക് ഒരു ടോക്കൺ നമ്പർ വരും, ടിക്കറ്റ് നമ്പർ വരും. ആ ടിക്കറ്റ് നമ്പറാണ് നമ്മളെ ഡെയിലി 10.5 മണിക്ക് നറുക്കെടുക്കും. 10 ലക്ഷം ഫസ്റ്റ് പ്രൈസ് ഒരാൾക്ക്. പിന്നെ 13,704 പേർക്ക് പ്രൈസ് ഉണ്ട്. അത് 100 മുതൽ 5,000, 10,000, 15,000, 25,000 വരെയുള്ള പ്രൈസ് ഉണ്ട്. പിന്നെ എനിക്ക് അറിയാനുള്ളത്, ഇപ്പൊ ബോച്ചേട്ടി എന്ന് പറഞ്ഞത് ബോച്ചേന്റെ പ്രോഡക്ട്സ് എല്ലാം ബോച്ചേന്റെ സൈറ്റിൽ മാത്രമേ കിട്ടാറുള്ളൂ. നമ്മൾ കടയിൽ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലാക്കി പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ബോച്ചേന്റെ ഓൾറെഡി സൈറ്റ് പിന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഓൺലൈനായിട്ടുള്ളൊരു ഇതില്ല. നമ്മള് ഷോപ്പ് ഫ്രാഞ്ചൈസിയാണ് നമ്മള്. ഇപ്പൊ ഫ്രാഞ്ചൈസി, ഇപ്പൊ വളാഞ്ചേരി ഫ്രാഞ്ചൈസി നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ വന്നാൽ നമുക്ക് പർച്ചേസ് കയ്യോടെ വാങ്ങിട്ട് പോവാം. ഇല്ല, എത്ര ആൾക്ക് കൊടുക്കാനും സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത് കിട്ടോളം എന്നാ കിട്ടേ എന്ന ദിവസം ആവശ്യമില്ല, കയ്യോടെ നമുക്ക് വാങ്ങിട്ട് തരും. അതെ, എത്ര ആള് വന്നാലും കൊടുക്കാനുള്ള സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഗ്യാരണ്ടി. ബോച്ചട്ടി വാങ്ങിച്ചിട്ട് റെഡി നിൽക്കണോ? എത്ര വാങ്ങിച്ചേ? 5 പിന്നെ ഇവിടെ വേറെ ആരുണ്ട്? നിങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോയെന്നെ? ആദ്യമായിട്ടാണോ വാങ്ങിയത്? ആദ്യമായിട്ട് വാങ്ങാണ്. യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അതിനകത്ത് ചെയ്യാൻ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചെത്തിയാണ് പോയാൽ. എന്ത് ഗിഫ്റ്റ് ആണോ?
അപ്പൊ നമ്മുടെ ബോച്ചട്ടിയുടെ പുതിയ ഫ്രാഞ്ചൈസ് ഉള്ളത് വളാഞ്ചേരി കോഴിക്കോട് റോഡ് SBI ബാങ്കിന്റെ റിലയൻസ് പെട്രോൾ പമ്പിന്റെ 6-ാം മാളിന്റെയും തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അപ്പൊ ആർക്ക് വേണമെങ്കിൽ ലൈവായിട്ട് ഇവിടെ വന്നിട്ട് ബോച്ചട്ടി വാങ്ങി ആദ്യം പരീക്ഷിക്കാവുന്നതാണ്.